MG മിഥുൻ നമുക്കൊപ്പമുണ്ട്. മിഥുൻ, ഈ പാലക്കാടിന്റെയും ചേലക്കരയുടെയും രാഷ്ട്രീയം പറയുമ്പോൾ അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വാധീനം സംസ്ഥാനത്തിന്റെ പൊതു രാഷ്ട്രീയത്തിനപ്പുറം ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയ നീക്കം എങ്ങനെ കണ്ട് പ്രതിഫലിക്കുമെന്ന് നിർണായകമാണല്ലോ. പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുന്നത് നിരവധി ഘടകങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടതാണ്. പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ പാലക്കാട് ഈ 4 തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഇടമാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എത്രമാത്രമാണ്? നഗരസഭയിൽ BJP ആധിപത്യമാണെങ്കിൽ കണ്ണാടി പഞ്ചായത്തിൽ LDF ആണ്. മറ്റു രണ്ടിടത്തും LDFും UDFും സമാസമം നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യവുമുണ്ട്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പറയുന്ന രാഷ്ട്രീയം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കും? എങ്ങനെ നമുക്ക് വ്യക്തമാക്കാം? അത് 2020 നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന 2020 പാലക്കാട് നഗരസഭയിലെ 52 ഡിവിഷനുകളിലേക്ക് നടന്നിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ്. അതായത് BJP വലിയ മുന്നേറ്റമാണ് നടത്തിയത്. അതിനു മുമ്പ് 2015 24 അന്ന് BJPക്ക് വിജയിക്കാനായതെങ്കിൽ 4 സീറ്റ് വർദ്ധിപ്പിച്ച് 28 സീറ്റ് നേടി അവർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അവർ ഭരണത്തിലേക്ക് കയറുന്ന കാണാൻ സാധിച്ചു. INC സംബന്ധിച്ച് അതിനു മുമ്പത്തെ 2015 13 സീറ്റുകളാണ് ലഭിച്ചെങ്കിൽ ഒരു സീറ്റ് കൂടി അവർക്കൊരു ആശ്വാസം വന്നു എന്ന് പറയാം. 14 സീറ്റ് നേടി 14 സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് അവിടെ സാധിക്കുകയും ചെയ്തു. CPM-നാണ് അവിടെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. കാരണം 13 സീറ്റുകൾ 2015 ഉണ്ടായിരുന്നുവെങ്കിൽ അത് 7 കുറയുകയും ചെയ്തു. വെൽഫെയർ പാർട്ടി അവിടെ ആദ്യമായി അക്കൗണ്ട് തുറക്കുകയും ഒപ്പം തന്നെ 2 സ്വതന്ത്രർ അവിടെ വിജയിച്ചു കയറുകയും ചെയ്ത ഒരു പശ്ചാത്തലമാണ് പാലക്കാട് നഗരസഭ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് തന്നെയാണ് 2021 ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൂടുതൽ മേൽക്കൈ നേടിക്കൊടുക്കുകയും ചെയ്തത്. കാരണം പാലക്കാട് നഗരസഭാ ഡിവിഷനിലെ ഒരു ഡിവിഷനിൽ പോലും കൃത്യമായ ആധിപത്യം പുലർത്താൻ അന്ന് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിലിന് സാധിച്ചില്ല. കാരണം 2016 അദ്ദേഹം 17,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയതാണ്. ഈ പാലക്കാട് നഗരസഭയിൽ പോലും അദ്ദേഹം കൃത്യമായ ആധിപത്യം പുലർത്തിയിരുന്ന ആയിരുന്നു 2016-ലെങ്കിൽ 2021 വന്നപ്പോൾ ഈ ശ്രീധരൻ മുകളിലേക്ക് വരുന്നു. പാലക്കാട് നഗരസഭയിലെ ഒരിടത്ത് പോലും കൃത്യമായ ആധിപത്യം പുലർത്താൻ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് സാധിച്ചില്ല. ഇത്തവണ വരുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ കൊഴിഞ്ഞു പോയിട്ടുള്ള വോട്ടുകൾ അത് തിരികെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യമാണ് UDF നേതൃത്വത്തെ സംബന്ധിച്ച് ഉള്ളത്. അതേസമയം പാലക്കാട് കഴിഞ്ഞ തവണ ലഭ്യമായ ആ ആധിപത്യം അത് നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് BJP നേതൃത്വം പോകുന്നത്. ഒപ്പം തന്നെ LDFന് നഷ്ടപ്പെട്ട സീറ്റുകളുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട സീറ്റുകൾ ഉണ്ട് എങ്കിൽ പോലും തന്നെ അത് നിയമസഭയിലേക്ക് വരുമ്പോൾ അത് കാര്യമായി ബാധിക്കില്ല എങ്കിൽ പോലും തന്നെ ആ വോട്ടുകൾ നിലനിർത്തുക അല്ലെങ്കിൽ അതിൽ കൂടുതൽ വോട്ടുകൾ നേടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് LDF സ്ഥാനാർത്ഥിക്ക് ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അടുത്ത പഞ്ചായത്ത് എന്ന് പറയുന്നത് കണ്ണാടി പഞ്ചായത്താണ്. അതായത് ഈ കണ്ണാടി പഞ്ചായത്താണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് തോന്നിപ്പിച്ച ആ നിമിഷങ്ങൾക്ക് വിരാമമിട്ടത് കണ്ണാടി പഞ്ചായത്തിലെ ആ 15 വാർഡുകളിലെ വോട്ടെണ്ണിയപ്പോഴാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിന് ഒരു മേൽക്കൈ നേടി കൊടുക്കുകയും ഒപ്പം തന്നെ ലീഡ് നില ഉയർത്താൻ സാധിക്കുകയും ചെയ്തത്. ഒരു ഘട്ടത്തിൽ ഒരിക്കൽ പോലും ലീഡ് നിലയിൽ ഒന്നാമതെത്താൻ ഷാഫി പറമ്പിൽ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പിന്നീട് അവസാന ഘട്ടത്തിലാണ് അവിടെ ഭരിക്കുന്നത് LDF ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15 വാർഡുകളാണ് ആ പഞ്ചായത്തിലുള്ളത്. അതിൽ 7 CPM-ഉം 7 കോൺഗ്രസും 1 CPI-യുമാണ് അവിടെ സീറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPക്ക് അവിടെ കൃത്യമായ രീതിയിൽ ഒരിടത്തും തന്നെ ഒരു വാർഡിൽ പോലും തന്നെ മത്സരിച്ച് വിജയിക്കാൻ പറ്റാത്ത ഒരു പഞ്ചായത്ത് കൂടിയാണ് കണ്ണാടി പഞ്ചായത്ത്. പക്ഷേ അവിടെ CPM ആണ് ഭരിക്കുന്നത്. കാരണം CPIയുടെ സഹായത്തോടു കൂടിയാണ് ഭരിക്കുന്നതെങ്കിൽ പോലും തന്നെ CPI അവിടെ ഒരു പ്രാതിനിധ്യം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ CPM-ന്റെ വോട്ടുകൾ കൂടി ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഇത്തവണയും നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു പക്ഷേ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ നിലനിർത്താൻ BJPക്കായാൽ കണ്ണാടി പഞ്ചായത്തിലെ വോട്ടുകൾ കൂടി ലഭിച്ചാൽ മാത്രമേ BJPക്ക് അവിടെ വിജയിക്കാൻ സാധിക്കൂ. അതേസമയം UDFനെ സംബന്ധിച്ച് കണ്ണാടി പഞ്ചായത്തിലെ വോട്ടുകൾ ഒന്നുപോലും ചോർന്നു പോകരുത് എന്നുള്ളതാണ് UDF നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ നോക്കുമ്പോൾ ഇനിയുള്ളത് പിരായിരി പഞ്ചായത്താണ്. അവിടെ ഭരിക്കുന്നത് UDF ആണ്. കാരണം IOML-നാണ് അവിടെ പ്രസിഡന്റ് സ്ഥാനം നൽകിയിരിക്കുന്നത്. ഒരുമിച്ചാണ് UDF ആണ് ഭരിക്കുന്നത്. അതിൽ IOML-ന് 4 സീറ്റുകൾ ലഭിച്ചു, കോൺഗ്രസിന് 6 സീറ്റുകൾ, ഒപ്പം തന്നെ CPM-ന് 4 സീറ്റുകൾ, BJPക്ക് അവിടെ കൃത്യമായി 3 സീറ്റുകളുണ്ട്. ഒപ്പം തന്നെ സ്വതന്ത്രർ 3 പേർ ജയിച്ചിട്ടുണ്ട്, JDS-ന് 1 സീറ്റ്. അങ്ങനെ 21 വാർഡുകളുള്ള പിരായിരി പഞ്ചായത്തിൽ UDF ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും തന്നെ കഴിഞ്ഞ തവണ അവിടെ
ഒരിടത്ത് പോലും ഷാഫി പറമ്പിലിന് മുൻപന്തിയിലെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയൊക്കെ ഇ ശ്രീധരൻ മുന്നിട്ട് നിൽക്കുന്നു. അതായത് പല വാർഡുകളിലും 500-ന് മുകളിൽ ലീഡ് ഉയർത്താൻ ഇ ശ്രീധരനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വോട്ടുകൾ തിരികെ ഈ 2020 ലഭിച്ച ഈ വാർഡുകളിൽ ലഭിച്ചിട്ടുള്ള ആ പിന്തുണ UDF അത് കൃത്യമായി ഉറപ്പാക്കണം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ. അതല്ല എങ്കിൽ മണ്ഡലം കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. മറ്റൊന്ന്, പിരായിരി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വാർഡ് എന്ന് പറയുന്നത് മാത്തൂർ പഞ്ചായത്താണ്. മാത്തൂർ പഞ്ചായത്തിലേക്ക് നമ്മൾ നോക്കാം. മാത്തൂർ പഞ്ചായത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ CPM അവിടെ കൃത്യമായി പറഞ്ഞാൽ 7 സീറ്റുകളാണ് CPM ലഭിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് അവിടെ 8 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഒരു സീറ്റ് ആനിക്കോട് എന്ന് പറയുന്ന വാർഡിലാണ് BJPക്ക് ഒരു സീറ്റുള്ളത്. ആകെ 16 വാർഡുകളാണുള്ളത്. അവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അവിടെയും സമാന സാഹചര്യമാണ്. അതായത് അവിടെ അന്ന് ഷാഫി പറമ്പിൽ ആകെ ഒരു വാർഡിൽ മാത്രമാണ് കൃത്യമായി ലീഡ് നില ഉയർത്താൻ പറ്റിയത്. അന്ന് 112 വോട്ടിന്റെ ലീഡ് നില മാത്രമാണ് ഈ പറയുന്ന മാത്തൂരിലെ വാർഡിൽ ലഭ്യമാവുകയും ചെയ്ത്. പക്ഷേ അന്ന് ഒരു സീറ്റ് മാത്രം, ആനിക്കോട് എന്ന വാർഡിൽ BJPക്ക് ഒരു സീറ്റ് മാത്രം ലഭിച്ച ആ പഞ്ചായത്തിൽ കൃത്യമായി ഈ പറയുന്ന 15 വാർഡുകളിലും 16-ൽ 15 വാർഡുകളിലും ഈ ശ്രീധരന് മുന്നേറ്റം നടത്താൻ സാധിച്ചു, ലീഡ് നില ഉയർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നിർണായകമാകാൻ പോകുന്നത് ഇത്തവണ വലിയ വെല്ലുവിളിയാണ് നേതൃത്വത്തെ സംബന്ധിച്ചുള്ളത്. എന്തായാലും ഈ ലഭിച്ച വോട്ടുകളൊക്കെ തന്നെ നിലനിർത്താൻ BJP തന്ത്രം മെനയുന്നുണ്ട്. അതേസമയം അവിടുത്തെ വിഭാഗീയത അത് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടതാണ്. കാരണം തരൂർ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ, അവിടുത്തെ BJPയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ നേതൃത്വവുമായി ഉള്ള വിഭാഗീയത, അതായത് സംസ്ഥാന നേതൃത്വത്തിൽ 2 വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രന് വേണ്ടി ഒരു വിഭാഗം നിൽക്കുന്നു, ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്നുള്ള നിലപാടിൽ മറ്റു വിഭാഗവും നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഒരുപക്ഷെ ഈ വോട്ടുകൾ ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നുകൂടി BJPയുടെ ജില്ലാ ഘടകം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും വലിയ ശക്തമായ പോരാട്ടമായിരിക്കും ഇത്തവണയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്.